സീറ്റിൽ വെച്ചോ സാറേ ബാറ്ററി ബോണറ്റ് കുറച്ചുകൂടെ മേലേക്ക് കേൾക്കുള്ളൂ. കുറച്ച് അങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കാം സാറിന്റെ സൈഡിലേക്ക്. മതിയോ? இது தெரியாம நம்ம போற இடத்துல நான் ஃபோன் கையே வச்சுட்டு இருக்கேன். സാർ നമുക്ക് 22 കിലോമീറ്റർ ആണ് തന്നെ യാത്ര, 22 കിലോമീറ്റർ. ഒരു യാത്രയിൽ 5 തരത്തിലുള്ള കാടുകളാണ് നമുക്ക് കാണാനുള്ളത്. 5 കോടി വർഷം പഴക്കമുള്ള ഒരു കാടാണ് സൈലന്റ് വാലി റെയിൻ ഫോറസ്റ്റ്. ലോകത്തിൽ തന്നെ നിത്യഹരിത മഴക്കാടുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൈലന്റ് വാലിയാണ്. അപ്പൊ നമുക്ക് ഡെസിഡസ് ഫോറസ്റ്റ്, പ്ലാന്റേഷൻ ഫോറസ്റ്റ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്. അതെ, ലോകത്തിലെ 5 എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റിൽ 2ാമത്തെ ഇതാണ്. എവർഗ്രീൻ ഫോറസ്റ്റ് സെക്കൻഡ്. ഫസ്റ്റ് ആമസോൺ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിത്യഹരിത മഴക്കാടുകൾ. ഡെയിലി മഴ, ഗ്രീനറി, വർഷം പൂര ഗ്രീനറിയിലെ ഭാഗമാതിരി ഒരു ഫോറസ്റ്റ്. ഡെസിഡസ് ഫോറസ്റ്റ് ഫുള്ള് ഡ്രൈ ആകുമ്പോൾ സെമി എവർഗ്രീനിലെ പാതി, ഇത് രണ്ടും മിക്സ്ഡ് ആണ് ഒരു ഏരിയ. അതാ സെമി എവർഗ്രീൻ. പാതി മരെല്ലാം ഡ്രൈ ആകും, പാതി മരം அப்படி ആയിരിക്കും ഗ്രീനറിയിൽ. അതാണ് കാടാണ് പ്രധാനമായിട്ട് കാണാനുള്ളത്. സൈലന്റ് വാലി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മുൻഗാമികളൊക്കെ ജീവിച്ചു പോയ ഒരു അറ്റ്മോസ്ഫിയർ, മനുഷ്യ സമ്പർക്കം ഇല്ലാത്തൊരു കാടായതുകൊണ്ട് അത് ഇന്നും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് സൈലന്റ് വാലി. 1847 സർ സൈലന്റ് വാലി ഫോറസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇതിൽ 100 വർഷം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. നമ്മുടെ ഗവൺമെന്റ് ആദ്യം ചിന്തിച്ച് ഇവിടുന്ന് എന്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് ഭാഗം പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തേക്ക് മരം, അതുപോലെ യൂക്കാലിറ്റീസ് ഒക്കെയാണ് പ്ലാന്റേഷനിൽ വരുന്നത്. പക്ഷെ അതിനനുയോജ്യമായിട്ടുള്ള നേച്ചറല്ല ഇവിടെ, ആ ക്ലൈമറ്റും അല്ല. തേക്ക് മരമൊക്കെ നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല ചൂട് ആവശ്യമാണ്. നമുക്ക് സൈലന്റ് വാലി ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും AC ക്ലൈമറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ നല്ല രീതിയിലുള്ള തേക്കുകളൊന്നും കാണാൻ കഴിയില്ല. 85-ന് ശേഷം പ്ലാന്റേഷനോ കൾട്ടിവേഷനോ പാടില്ല എന്നുള്ളതാണ്. ഈ കാട് നശിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒന്നും നമുക്ക് അലോഡല്ല. നമ്മള് ഫോറസ്റ്റിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമുക്ക് ആഗ്രഹം ഉണ്ടാവുക കുറെ അനിമൽസിലേക്ക് കാണാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 10-22 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൂടുതലും വൈൽഡ് അനിമൽസിനെയാണ്. പക്ഷെ ഇത് മനുഷ്യ സമ്പർക്കമില്ലാത്ത കേരള വെർജിൻ ഫോറസ്റ്റ് എന്നാണ് ഈ കാടിനെ അറിയപ്പെടുക. മനുഷ്യൻ വിളക്കം കഴിയാതെ இந்த மாதிரி ഒരു ഫോറസ്റ്റ്. അപ്പൊ അനിമൽസ് பார்க்க ചാൻസ് കമ്മിതാ இருக்கும். നമുക്കൊരു 100 അനിമൽസ് വരിക, പക്ഷെ മനുഷ്യന്റെ സമ്പർക്കമുള്ള ഏരിയയിൽ അവർ മാറിപ്പോകും. ഇപ്പൊ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതാണ്. നോക്കാം, കാണുന്നതെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് പോവാം. കാരണം ഇവിടെ വരുമ്പോ കാണാനുള്ളത് അതാണ്, പ്രകൃതി എന്താണെന്ന്. ஏதாவது அனிமல் இப்போ கூட பார்த்தோம். சிங்கவால் குரங்கு பார்த்தோம், நீலகிரி லங்கூர் பார்த்தோம். ஓகே, 2 நாளுக்கு முன்னாடி யானை பார்த்தோம். ஒரு நாள் ஈவினிங்கா, அதுவும் பல டைம்ல பார்த்தோம். இல்ல 2 நாள் முன்னாடி பார்த்தது அது மார்னிங்ல ஃபர்ஸ்ட் ட்ரிப்ல. ஓ, மார்னிங் ஃபர்ஸ்ட் ட்ரிப். ஆமா, போறேன். இப்போ நன்றி.
தலைவலி Wi-Fi enabled. தலைவலி என்கிட்ட கொடுத்துட்டீங்க. எனக்கு இந்த நேச்சர் காத்து இருந்தாலே அந்த இது போயிடும். Wi-Fi connected. கேமராவோட வியூ பாருங்க சார். ஓ வியூ சூப்பரா இருக்கு சார். இது 4K கேமரா. என்ன கேமரா சார்? இது வியோஃபோன் ஒரு கம்பெனி. ஓகே. அவங்க only dash cam. இது தெரியாம நான் ஒவ்வொரு தடவையும் என்னோட வேலை என்ன தெரியுமா சார், எங்கெல்லாம் போறோமோ இதே மாதிரி நான் முன்னாடி உட்காந்துருவேன். அதான் இது போட்டுட்டோம்னா அது பாட்டு ரெக்கார்ட் பண்ணிட்டே இருக்கு. நான் முன்னாடி உட்காந்துட்டு கையில இருந்தா வைப்ரேட் ஆகும். ஆமா சார். பட் போன் அந்த OS ஆப்டிகல் இமேஜ் ஸ்டெபிலைசர் இருக்கறனால கொஞ்சம் கம்மியும். இது பெர்ஃபெக்ட். இதுன்னா ஒண்ணும் இல்ல, பேட்டரி இருக்கு. அதுவும் பார்த்தேன் சார். எல்லாமே கரெக்டா கொண்டு வந்துட்டீங்க சார். லாஸ்ட் டைம் இந்த மாதிரி நம்ம போகும்போது இது மிஸ்ட். ஓகே. கேமரா வீடியோ கேமரா கூட இருக்கு, ஆனா அது வச்செல்லாம் பண்ணா அந்த அளவுக்கு வரல. இது என்ன ப்ரிப்பரேஷன் சார்? നമ്മൾ ഫോറസ്റ്റിനകത്തേക്ക് കയറണം. ഫസ്റ്റ് നമ്മൾ കാണാൻ കഴിയുന്ന ഡെസിഡൻസ് ഫോറസ്റ്റ് ആണ്, അതിൻ്റെ വെടിയും കാടുകൾ. ரோடு போட்டிருக்காங்க. 2012 கேரளா ஃப்ளட் வந்துச்சுல, ஆமா. அந்த டைம்ல இந்த ரோட்ல வந்து 21 இடத்துல மண் சரிப்பு வந்திருக்காங்க. ஓகே. அதுக்கப்புறம் தான் இந்த மாதிரி காங்கிரீட் பண்ணியிருக்காங்க. கொஞ்சம் தூரம் பழைய மாதிரி இருக்கு. കുറച്ച് ദൂരം കോൺക്രീറ്റ്, കുറച്ച് ദൂരം മാത്രമേ കോൺക്രീറ്റ് ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലാം കോൺക്രീറ്റ് ആണ്. ഇവിടെ നമുക്ക് ദൂരം പറഞ്ഞല്ലോ இறங்கலாம், ஏற முடியாது, நடக்கலாம். எது கஷ்டம்? அங்க போனா ஒரு 1.5 ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇടം നിർത്തുന്ന ഏതെങ്കിലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇടം പറഞ്ഞാൽ മതി. എവിടെ വേണമെങ്കിലും നിർത്താം. നമുക്ക് നിർത്താൻ ഓരോ പോയിന്റ് ഉണ്ട് ടൂറിസ്റ്റുകൾ വരുമ്പോ. പക്ഷെ നമുക്കൊന്ന് അറിയാലോ, வாட்ச் டவர்லாம் இருக்கு. வாட்ச் டவர் இருக்கு, என்ட்ரன்ஸ்ல கேட் இருக்கு. இந்த ഫോറസ്റ്റ് ചേഞ്ച് ആയി വരുന്ന ഓരോ സ്ഥലങ്ങളിൽ അതൊക്കെ നമുക്ക് எவ்வளவு அந்த மாதிரி சேஞ்ச் ஆகும்? 5 அது வந்து கிராஸ் லேண்ட்ல மட்டும் நம்ம போகாது. ஓகே. 1050 மீட்டர் மட்டும்தான் நமக்கு அல்ல. இங்க நேச்சர் சிஸ்டத்துக்காக ஒரு 1500க்கு மேல போனா மட்டும்தான் கிராஸ் லேண்ட் தெரியும். ஓகே. கொஞ்சம் டிஸ்டன்ஸ்ல பார்க்கலாம். அந்த சைடு போச்சுன்னா அப்படியே எங்க போகும்? இது ஒரு பக்கம் வந்து ஊட்டி நீலகிரி ஹில்ஸோட ஜாயின் ஆகும். ஓகே. ஒரு சைடு வந்து நிலம்பூர் ஃபாரஸ்ட் கேரளா. ஓ, நிலம்பூர். இது வந்து வெஸ்டர்ன் காட்ஸ்ல வந்து நீலகிரி பயோஸ்பியர்ல வேற இடம். நீலகிரிக்கு வெஸ்ட், நிலம்பூருக்கு ஈஸ்டா? ஆமா. வெஸ்டர்ன் காட்ஸ் இல்லையா, பশ্চিಮ கட்ட மலைநிர. இல்ல அதான் நம்ம ஊட்டிக்கு வெஸ்ட் சைடுல இருப்போமா? இந்த சைடுல வரும். ஊட்டி കോയമ്പത്തൂർ ഊട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്ന മരങ്ങളാണ്. കേരളത്തിൽ അതർ ഫോറസ്റ്റിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന മരങ്ങൾ തേക്ക്, വീട്ടി, വാഗ, ചടച്ചി, വേങ്ങ, മരുത്, വെണ്ടയ്ക്ക് പോലൊക്കെ കണ്ടാലൊക്കെ നമുക്ക് അറിയാവുന്ന മരങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക. ഇനി നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക. റെയിൻ ഫോറസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 85% മരങ്ങളും സോഫ്റ്റ് വുഡുകളായിരിക്കും. ഹാർഡ് വുഡുകൾ വളരെ 10-15% മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഹാർഡ് വുഡ് നമ്മളെ ഫർണിച്ചറൊക്കെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സൈലന്റ് വാലി എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻഗാമികളൊക്കെ ജീവിച്ചു പോയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് സൈലന്റ് വാലി ഉള്ളത്. അതായത് മനുഷ്യന്റെ കടന്നുകയറ്റില്ലാത്തത് കൊണ്ട് പ്രകൃതിക്ക് കാര്യമായിട്ടുള്ള ദോഷവശങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം കാണാനാണ് ഇപ്പൊ പോണേ. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, പ്രകൃതി എന്തൊക്കെ തരുന്നുണ്ട് എന്നുള്ള കാര്യം
ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് നേരിൽ അനുഭവിച്ചറിയാവുന്ന ഒരു സ്ഥലമാണ് സൈലന്റ് വാലി. നിങ്ങളിവിടെ എത്ര വർഷം ഇവിടെ native ആ? ഞാനിവിടെ ഒരു 10-15 വർഷമായിട്ട് സൈലന്റ് വാലിയിൽ ഉണ്ട്, വർക്ക് ചെയ്യുന്നു. നാട് എവിടെ? നാട് ഇപ്പൊ ഇവിടെ തന്നെയാണ്. മുമ്പ് കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതെവിടെ? കരിമ്പ പാലക്കാട് അടുത്ത് തന്നെ, കല്ലടിക്കോട്, കരിമ്പ, മണ്ണാർക്കാട്, പാലക്കാട് റോഡിൽ വരും. ഇപ്പൊ പിന്നെ ഇവിടെ സ്ഥിരതാമസമാണ്. അതായത് EDC എന്ന് പറയില്ലേ, EDC എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി. ഇത് ഞങ്ങളിവിടെ ഡ്രൈവേഴ്സ് EDC ഫോം ചെയ്യുന്നത് 2009-ലാണ്. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ? ഞങ്ങളിവിടെ 10-35 പേരുണ്ടായിരുന്നു. ഇപ്പോ 25 പേരില് 19 വണ്ടിയേ ഉള്ളൂ. അതായത് ഫ്ലഡ്, കൊറോണ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പ്രയാസങ്ങളായി, പിടിച്ചെടുക്കാൻ പറ്റാതെയായി. ഈ റോഡിന്റെ വർക്കിന്റെ സമയത്തൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും വേറെ ജോബ് ജയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോ അവരൊക്കെ പല മാർഗങ്ങളും തേടിപ്പോയി. അതിനെ തരണം ചെയ്ത് നിന്നവര് ഒരു 19 പേര് ഇപ്പോഴും ഇവിടെ ഇല്ല. 19 വെഹിക്കിളും 25 ഡ്രൈവേഴ്സ് അല്ലേ? 35 ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോ FDAയുടെ 2 മിനി വാനും ഉണ്ട്, കരിവര EDCയുടെ ഒരു ക്യാമ്പറും. ഓഫ് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഫുൾ ഡേ വർക്കിംഗ് ഡേ ഉണ്ട്. കാരണം ശനി ഞായറിലൊക്കെയാണല്ലോ ടൂറിസത്തിനൊന്നും കൂടെ ആളുകൾ വരുന്ന ദിവസം. ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ. സാറേ ഇവിടെ ഈ അതാ മലബാർ വിസിലിംഗ് ത്രഷ് എന്ന് പറയുന്ന ഒരു ബേർഡ് ഇതിനകത്ത് കണ്ട, മലബാർ വിസിലിംഗ് ത്രഷ്. உள்ள போயிடுச்சு. 251 ஸ்பீஷிஸ் இருக்குங்க பேர்ட்ஸ்ல. 400 எப்போ ஸ்பீஷிஸ் இருக்கு பட்டர்ஃப்ளைஸ்ல. 400 ബട്ടർഫ്ലൈസ് കാണാൻ പറ്റിയ സ്ഥലമുണ്ട്. ബട്ടർഫ്ലൈസ് നമുക്ക് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ് അധികം കാണാൻ പറ്റാത്ത സമയമാണ്. കാരണം ചൂട് കൂടിയ സമയമല്ലേ. ഒരു നവംബറിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന ടൈപ്പ് ബട്ടർഫ്ലൈസിന്റെ ഒക്കെ ഒരു ബ്രീഡിംഗ് സീസൺ വരുന്നത് നവംബറിലാണ്. അല്ല, ഒരു നവംബറിലൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ പറ്റുന്നത് തണുപ്പുള്ള സമയത്ത്. இங்க ஏதாவது டைகர் சைட் ஆனது உண்டா சார்? ஒரு நாளைக்கு 1 கிலோமீட்டர் வரைக்கும் அந்த டைகர் பின்னாடியே வண்டி ஓட்டி போயிருக்கேன் இந்த ரோட்ல. அது ஒன்னும் இது பண்ணல? இல்ல, கொஞ்சம் டிஸ்டன்ஸ்ல தான் பார்க்கும். இல்ல இல்ல, ஐ மீன் அது மறைஞ்சு போல, அப்படியே வாக் பண்ணிட்டே போச்சா? அது ரோடுக்கு ஏறி ரோடு மேலேயே வாக் பண்ணி போச்சு. சோ பழக்கம் ஆயிடுச்சு வண்டிக்கு? இல்ல, அது ஒரு நாளைக்கு அப்படியா. நான் 15 வருஷமா நான் இங்க வேலை பாக்குறாங்க. ஓகே. 5 times 6 times மட்டும் தான் இங்க பாத்துருக்கேன். ஓகே. அது ரொம்ப க்ளோஸா பார்த்தது எவ்வளவு தூரம்? 1 கிலோமீட்டர் வரைக்கும் பின்னாடியே போயிருக்கேன் சார். ஓகே. அன்னைக்கு ஒரு டாக்டர் தான் விசிட்டரு. அவர் வந்து காடு நல்லா தெரிஞ்சவங்க, எல்லா ஃபாரஸ்ட்டுக்குள்ள தினம் ட்ரிப்பு போயிட்டு இருக்காங்க. அவருக்கு தெரியும் ஃபாரஸ்ட் பற்றி நல்லா. அப்போ நான் வண்டி ஓட்டி போகும்போது ஒரு பெண்டு, அப்போ அதில் அந்த சாரை அந்த டைகரை பார்த்தாச்சு கீழே இருக்கிறது. அப்போ நான் வண்டி அங்கேயே நிப்பாட்டிருச்சு. அப்போ அது கொஞ்ச நேரம் எங்களை பார்த்ததுக்கு அப்புறம் ரோடுக்கு மேலே வந்தோம். அப்படியே ரோடுலேயே நடந்துருச்சு. பின்னாடி நானும் வண்டி ஓட்டிட்டு இருக்கேன். இங்க அதுக்கு ஃபுட்டு டியர்னா ஸ்பாட்டட் டியர் மட்டும் இந்த ஃபாரஸ்ட்ல இல்ல. ஸ்பாட்டட் டியர், பாக்ஸ், இது ரெண்டும் இல்லாம கேரளத்தில இருக்க எல்லா அனிமல்ஸ் இருக்கிற ஃபாரஸ்ட் தான் இது. ஆனா அவருக்கு டிஸ்டர்ப் ஆன ஒரு ஏரியா இந்த ரோடு மட்டும் தான் இந்த ஃபாரஸ்ட்ல. ஓகே. அதனால டே டைம்ல வராது, நம்ம லெக்க இருந்தா பார்க்கலாம். இல்ல இல்ல, அதுக்காக கேட்கல. என்ன ஃபுட் இருக்கு, அது எப்படி இங்க சஸ்டைனபிளா வாழுது? இது வந்து காட்டு எருமை இருக்கு, சம்பார் டியர் இருக்கு, மவுஸ் டியர் இருக்கு, பார்க்கிங் டியர் எல்லாம் இருக்கு. ஏன் ஸ்பாட்டட் மட்டும் இல்ல? அதுக்கு ஏதாவது ரீசன் இருக்கா? சீட்டல் ஏன் ஸ்பாட்டட் டியர் மட்டும் இல்ல தெரியாது அது. ஆனா இந்த ஃபாரஸ்டோட ஒரிஜினல் நேம் வந்து சைரந்திரி ஃபாரஸ்ட் சார். சைரந்திரி வனம். என்ன என்ன சொன்னீங்க? இந்த ஃபாரஸ்டோட ஒரிஜினல் நேம் வந்து சைரந்திரி ஃபாரஸ்ட். நீங்க மகாபாரதம் அதை படிச்சா தெரியும். சைரந்திரி ஃபாரஸ்ட்னா ஐதியமா இருக்கிற ஒரு இடம். ஓகே. பஞ்சபாண்டவர் இந்த வனவாசம் இருந்த டைம்ல வந்து அஜ்ஞாதவாசமா இருந்தீங்களா, அது இந்த சைரந்திரி ஃபாரஸ்ட்ல. ஓகே. இதுதான் அந்த ஃபாரஸ்ட், சைரந்திரி வனம்.
ஓகே ஆனா பிரிட்டிஷ் அவருக்கு இந்த ஃபாரஸ்ட்ல வரும்போது இந்த மாதிரி இப்போ கத்திக்கிட்டு இருக்கலாம் சிக்காடன்ற பூச்சி. ஆமா. அது முதல்ல இந்த ஃபாரஸ்ட்ல இல்ல. ஓகே. ஏன் இருக்கலன்னு சொன்னா தெரியாது. அப்ப அது முதல்ல இல்லாத அப்ப இல்ல. அதனால பிரிட்டிஷ் ஆளு வச்ச பேரு தான் சைலண்ட் வேலி. இந்த சிக்காடா பூச்சி இல்லாமதுனால பிரிட்டிஷ் ஆளு வச்ச பேரு தான் சைலண்ட் வேலி. ஒரிஜினல் நேம் வந்து சைரந்திரி வனம். இப்போ நம்ம கவர் ஏரியா 4 செக்ஷனா பிரிச்சிருக்காங்க. அதுல வந்து ஒரு செக்ஷனோட பேரே சைரந்திரி தான். ஓகே. இப்போ நம்ம போற இடம் சைரந்திரி தான். இன்னி பூச்சிப்பாறை, வாழைக்காடு, நீலிக்கல்லு 3 இடம் வேறே இருக்கு. 3 செக்ஷன் கோர் ஏரியாவுக்கு. ஓகே. ഇത് ബഫർ കോർ 2 ഏരിയാവേ പിരിച്ചിരിക്കാங்க. ഇതെന്ത് ഏരിയ? ബഫർ ഏരിയ தான். 1 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ കോർ ഏരിയയിൽ പെർമിഷൻ ഉള്ളൂ അകത്തേക്ക് പോകാൻ. ബാക്കി 21 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നത് ബഫർ ഏരിയയിലാണ്. ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇല പൊഴിയും കാടുകളാണ്. ഇവിടെ അത്തരത്തിലുള്ള മരങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ഇതിനകത്ത് കുന്തിപ്പുഴ എന്ന് പറയുന്നൊരു പുഴയുണ്ട്. ആ പുഴക്ക് കുറുകെ ഇടുക്കി ഡാമിനെ പോലെ ഒരു ആർച്ച് ഡാം പണിത് 120 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ കേരള സർക്കാർ ആസൂത്രണം ചെയ്തത്. അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോക പരിസ്ഥിതി മന്ത്രാലയത്തിൽ വർക്ക് ഒരാൾ യാദൃശ്യമായിട്ട് സൈലന്റ് വാലി കാണാൻ വന്നത്. ആ സമയത്ത് അവർ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കാട് കാണുന്ന പോലെയല്ല അവർ കാണുക. ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അത് റിപ്പോർട്ടാക്കിയിട്ട് തന്നെ ഇയാള് ലോക പരിസ്ഥിതി മന്ത്രാലയത്തിൽ കൊടുത്തു. ഇത് നമുക്ക് ആട്ടപ്പടി എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയാണ്, ട്രൈബൽസ് ഏരിയ ആണ്, സെറ്റിൽമെന്റ് ഏരിയ ആണ്. 3 ടൈപ്പാണ് ട്രൈബൽസിൽ നമുക്ക് കാണാൻ പറ്റുക അവിടെ. ഇരുള, കുറുമ്പ, മുടുക ഉണ്ട്. ഇത് നമുക്ക് ഈ റൂട്ടിൽ വരുന്ന ലാസ്റ്റ് സെറ്റിൽഡ് ഏരിയ ആണ്. അതെ, ആ ട്രൈബ്സിന്റെ വീടാണ് അത്. ഗവൺമെന്റ് കെട്ടിക്കൊടുക്കുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് ഇപ്പോ. മുമ്പൊക്കെ അവർക്ക് കുടിലുകളായിരുന്നു. ഇപ്പൊ ഒക്കെ നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർക്കിടയിലുണ്ട്. ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, കളക്ടർ വരെയൊക്കെ ഇപ്പോൾ ട്രൈബ്സിൽ തന്നെ ഉണ്ട്. ഇവിടെ 2 വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് താമസിക്കുന്നത്. ഈ സൈഡിലും ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇലക്ട്രിസിറ്റി, റോഡ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സ്കൂള്, അംഗനവാടികൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സ്കൂള് എന്ന് പറഞ്ഞാൽ പിന്നെ കോളനികളിലൊക്കെ ഏകാധ്യാപക വിദ്യാലയം പോലത്തെ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത പരിസരങ്ങളിലെ ഹൈസ്കൂൾ വരെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മാറിയ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 193 ആദിവാസി കോളനികളാണ് അട്ടപ്പാടിയിലുള്ളത്. 193. അതിലൊരു കോളനിയാണ് ഇത്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സൈലന്റ് വാലി റോഡിൽ സെറ്റിൽഡ് ഏരിയാസ് ഒന്നുമില്ല. ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് വരുന്നുണ്ട്. അതായത് ബഫർ പ്രഖ്യാപിക്കുന്നത് 2007-ലാണ്. അപ്പൊ ബഫർ ഏരിയയിൽ സൈലന്റ് വാലി റോഡിലെ നമുക്ക് മറ്റു സെറ്റിൽഡ് ഏരിയാസ് ഇല്ലാത്തതുള്ളൂ. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ബഫർ ഏരിയയിൽ സെറ്റിൽഡ് ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ ആദിവാസികളാണ് ഈ വന്യമേഖലയോട് ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ നേച്ചർ കേട് വരാതിരിക്കുന്നത്. നമ്മളെപ്പോലത്തെ ആളുകളാണെങ്കിൽ ഇതിൽ നിന്ന് പലതും നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് മാറ്റും. അത് സുരക്ഷിതാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പലതും നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പൊ അത് നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കേടുപാടുകൾ ഉണ്ടാവാൻ അതൊരു കാരണമാവും. കാരണം ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഉണങ്ങിയ വിറകൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ഇതൊന്നും ആരും എടുത്തോണ്ട് പോവില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് അവിടെ കിടന്ന് നശിച്ചു പോവില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അത് നശിക്കല്ല. നമുക്ക് അതിനെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലൂടെ ഒരുപാട് ജീവികൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ജീവിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോ വന്ന വഴിയിലും ഇനി പോകാനുള്ള വഴിയിലും ഒക്കെ ഒരുപാട് കടന്നലിന്റെ കൂടുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും അത്തരത്തിലൊരു കടന്നലിന്റെ കൂടിനെ നമ്മൾ വെക്കില്ല. കാരണം അതിനെങ്ങനെ നശിപ്പിച്ച് കളയും. നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം എല്ലാം കണക്റ്റഡ് ആണ്. ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കണില്ല. അപ്പൊ എവിടെ ഒരു ചെടി വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ വർഗം ഇനിയും ഉണ്ടാവണമെങ്കിൽ അതിൽ പരാഗണം നടന്നാൽ മാത്രമാണ് അതിൽ അവരുടെ വംശങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുള്ളൂ. ഈ പരാഗണം നടത്തുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ, തേനീച്ചകൾ, വണ്ടുകൾ, പൂമ്പാറ്റകൾ, ഇതുപോലെയുള്ള ചെറിയ ജീവികളാണ്. അപ്പൊ അവര് വംശനാശം വന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു ചെടിയും അതിന്റെ ഭാഗമായിട്ട് നശിച്ചു പോകും. ഇപ്പൊ കടന്നലുകള്, നമുക്ക് ഭൂമിയുടെ മേലെ കോടിക്കണക്കിന് ഇൻസെക്റ്റുകൾ ഉണ്ട്. അതിൽ നിന്ന് കടന്നല്, തേനീച്ച, ഈ ഈച്ചവർഗ്ഗങ്ങൾ മാത്രം വംശനാശം വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു 4-5 വർഷത്തിനുള്ളിൽ ജീവനുള്ള എല്ലാ വസ്തുവും ഭൂമിയിൽ നിന്ന് പ്രത്യക്ഷമാവുന്നതാണ് പഠനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു കടന്നല്. പക്ഷെ നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ജീവിക്ക്.
എന്ത് മഞ്ഞ കളറിൽ കടുന്നലല്ലേ? ആ. കടുന്നല് പല ടൈപ്പ് ഉണ്ട് സാറേ. കടുന്നല്, red തേനീച്ച, പല ടൈപ്പ് ഉണ്ട്. പക്ഷെ അനാവശ്യമായിട്ട് ഒന്നും ഒരു വൈൽഡ് അനിമൽസ് നമ്മുടെ ശത്രുക്കളൊന്നും അല്ല. ഒന്നും നമ്മുടെ വെറുതെ ഒന്നും ചെയ്യില്ല. ഇനി ക്ലൈമറ്റ് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ മഴ പെയ്യാം. ഇവിടെ ആ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇപ്പൊ സൈലന്റ് വാലിയിൽ എങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും ഗസ് ചെയ്ത് പോകാൻ പറ്റില്ല. സാർ എന്തെങ്കിലും കണ്ടാ പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും കണ്ടോ? பேர்டு பேர்டை பார்க்கணும்னா அது பின்னாடியே போகணும். அப்பதான் எங்கேயாவது உட்காரும். പിന്നെ നമുക്കൊരു രാവിലെ ഒരു 9 മണി സമയത്തൊക്കെ പോവാണെങ്കിൽ കുറച്ചെങ്കിലും ബേർഡ്സിനെയൊക്കെ കാണാൻ തന്നെ കിട്ടുള്ളൂ. കുരങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പീഷ്യസ് സിംഹവാലൻ കുരങ്ങാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഞാൻ പറഞ്ഞില്ലേ സൈലന്റ് വാലി, അത് നമുക്ക് 100% ഒന്നും ഉറപ്പിച്ചു പോകാൻ പറ്റില്ല. രാവിലെ കണ്ടു, രാവിലത്തെ ട്രിപ്പിൽ പോയവർ കണ്ടു. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലേ എന്നൊന്നും കാണാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. അവിടെ ഒരു ഹണി ബീയുടെ കൂട് കാണാൻ സാറിന്. അതാ മരത്തില് ഇവിടെ കണ്ടില്ലേ സാറ്? അതിൽ കണ്ടോ തൂങ്ങി കിടക്കുന്ന കണ്ടോ? ഇവിടെ ഈ മരത്തിന്റെ അങ്ങോട്ട് പോയ ബ്രാഞ്ചിന്റെ അടിയിലായിട്ട് സിംഗിൾ ആയിട്ട് ഒരു മരം നിൽക്കുന്നില്ലേ സെന്ററിൽ കുറച്ച് വണ്ണത്തില്? അതിന്റെ മേലെ നോക്കൂ, അങ്ങോട്ടൊരു ബ്രാഞ്ച് പോയത്. ആ ബ്രാഞ്ചിന്റെ അടിയിൽ ബ്രൗൺ കളർ ഹണി ബീ ആണ്. അത് താണി എന്ന് പറയുന്ന മരം. അതായത് കാട്ടിൽ നമുക്ക് ചേരി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. നമ്മൾ വെറുതെ ടച്ച് ചെയ്താൽ നമ്മുടെ ശരീരം മൊത്തം അലർജിക് ആവും. ചിലർക്ക് മരണം വരെ സംഭവിക്കും അതിനെ വെറുതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ അതിനൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മരമാണ് ഈ താണി എന്ന് പറയുന്ന മരം. Video protected. ഇത് എന്നാ ഹൈറ്റ് இருக்கும் എലിവേഷൻ? നമുക്ക് ഇപ്പോ ചെല്ലാൻ പറ്റുന്നത് സീ ലെവലിൽ നിന്ന് 1050 മീറ്റർ. 1050 മീറ്റർ. സൈലന്റ് വാലിയുടെ ഹയസ്റ്റ് പീക്ക് സീ ലെവലിൽ നിന്ന് 2383 മീറ്റർ. ഓക്കെ. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാനുള്ള അനുവാദമില്ല. അങ്കിണ്ട എന്ന് പറയുന്ന ഒരു പീക്കാണ് സൈലന്റ് വാലിയുടെ ഹയസ്റ്റ്. ഫോറസ്റ്റുകാർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഈ കോർ ഏരിയ എന്ന് പറയുന്നത് 4 സെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ 4 സെക്ഷനിലും 24 hours സ്റ്റാഫ് ഉണ്ടാവും. പക്ഷെ നമുക്ക് പെർമിഷൻ സൈലന്റ് സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമല്ല ടൂറിസം. മനുഷ്യ സമ്പർക്കം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജൈവ സമ്പത്തുണ്ട്. നമ്മൾ ജസ്റ്റ് പോയാൽ മതി. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതുമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. ரோடு நல்லா இருக்கு, நல்லா இருக்காது. നമുക്ക് 2 തരത്തിൽ സൈലന്റ് വാലി കാട് കാണാം. നേരെ പോയി അവിടെ വാച്ച് ടവറിൽ കയറിയിട്ട് ഇതാണ് സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈലന്റ് വാലി കാണും. പകരം നമ്മൾ സാർ ഇറങ്ങി ഫോട്ടോ എടുക്കാം.